എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ഇനി കേരളത്തിന്റെ ഭരണഭാഷ ബില്ലിൽ ഒപ്പുവെച്ച് ഗവർണർ. ഭരണഭാഷയാക്കാനുള്ള ബില്ലിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒപ്പിട്ടു. ബില്ല് പാസാക്കണമെന്ന നേരത്തെ സാംസ്കാരിക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. കേരള ഔദ്യോഗിക ഭാഷാ ആക്ട് 1969 അനുസരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഇംഗ്ലീഷും മലയാളവുമായിരുന്നു ഔദ്യോഗിക ഭാഷ. ഇതിനു പകരമാണ് ഇപ്പോൾ മലയാളം മാത്രം ഔദ്യോഗിക ഭാഷയാക്കിയിരിക്കുന്നത്. ഇതോടെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം നിർബന്ധമാക്കും. സർവകലാശാല പാഠ്യക്രമങ്ങളിൽ മലയാളം നിർബന്ധമായും പഠിപ്പിക്കും. കോടതി ഭാഷ, സർക്കാർ ഉത്തരവ് എന്നിവയെല്ലാം പൂർണ്ണമായും മലയാളത്തിലേക്ക് മാറ്റും. PSC പരീക്ഷകളും മലയാളത്തിലേക്ക് മാറ്റും. ചില പരീക്ഷകൾ മാത്രമായിരിക്കും മറ്റു ഭാഷകളിലും വരുന്നത്. നേരത്തെ UDF സർക്കാരിന്റെ സമയത്ത് മലയാള ഭാഷാ ബില്ല് കൊണ്ടുവന്നിരുന്നു. അന്ന് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയച്ചെങ്കിലും അനുമതി കിട്ടിയിരുന്നില്ല. പിന്നീട് സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ ഈ ആവശ്യം മുന്നോട്ടുവച്ചു. 2ാം പിണറായി സർക്കാർ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ചേർന്ന നിയമസഭാ സമ്മേളനത്തിലാണ് ബില്ല് പാസാക്കിയത്. എന്നാൽ അത് ഗവർണർ ഒപ്പുവച്ചിരുന്നില്ല. പിന്നീട് കേരളയെ കേരളം ആക്കിയതോടെ സാംസ്കാരിക നേതാക്കൾ മോദിയെ നേരിൽ കണ്ട് നന്ദി പറഞ്ഞിരുന്നു. അന്ന് ഈ ബില്ലിനെക്കുറിച്ചും അവർ സംസാരിച്ചു. മാത്രമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തയച്ചിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചത്. Thank you.